ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാതെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. യെസ്, ഇതാണ്. അതായത് ഡോക്ടർ പറയുന്നത് താൻ അല്ല ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നതാണ്. പക്ഷേ ഈ ആശുപത്രിയിൽ വന്നത്, ചികിത്സിച്ച സമയം, അതിനോടൊപ്പം തന്നെ ഈ ഉഷയുടെ കുടുംബം പറയുന്നത് പോലെ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അതാണ് അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു വെക്കുന്നത്. അതുമാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല, തനിക്കുണ്ടായ പിഴവല്ല, മറിച്ച് സിസ്റ്റത്തിന്റെ തകരാറ് എന്ന നിലയിൽ ആയിരുന്നു ഡോക്ടർ ലളിതാംബിക പ്രതികരിച്ചത്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, സ്ക്രോട്ടനേഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ അടുത്തോളം ഫ്ലോർ നേഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈ ഓപ്പറേഷനിലാണ് വന്നതെന്നുണ്ടോ? ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണാം. 20 വർഷം മുമ്പാണ്. അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല, 30 അനങ്ങാതിരിക്കായത്. പാക്ക് ഇരിക്കാം, ഇത് ഇരിക്കാം. പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദന. യെസ്, ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം ഇത് തന്നെയാണ്. ലളിതാംബിക പറയുന്നത് താനല്ല സർജറി നടത്തിയത് എന്നാണ്. അതിന് ഡോക്യുമെന്റ് തീർച്ചയായും ആശുപത്രിയിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ലളിതാംബിക തന്നെ പറയുന്ന ഗൗരവതരമായ മറ്റൊന്ന്, നമ്മൾ ആരോഗ്യരംഗത്ത് ഏറെ മുന്നിലാണ് എന്ന് പറയുന്നു, നമ്മൾ ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു സർജറി നടത്തുമ്പോൾ ആ സർജറിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങളുണ്ടല്ലോ, ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ട സ്റ്റാഫുകളുടെ എണ്ണം കുറവ് എന്നാണ് പറയുന്നത്. അതായത് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് തിരിച്ച് ലിസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു സ്റ്റോറിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ എടുക്കുന്നത് എങ്കിൽ അതിൽ ഈ രോഗിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ രോഗിയുടെ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ട ഉപകരണങ്ങൾക്ക് ശേഷം മറ്റുപകരണങ്ങൾ ബാലൻസ് വരേണ്ടതാണ്. അങ്ങനെയൊരു കൃത്യമായ കണക്ക് ശേഖരിച്ചാൽ സ്വാഭാവികമായും ഇത്തരം പിഴവുകൾ കണ്ടെത്താൻ സാധിക്കും എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറയുന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് എങ്കിൽ, പോരായ്മയാണ് എങ്കിൽ, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യരംഗത്ത് അത്തരം തിരുത്തലുകൾ കൂടി ആവശ്യകരമാണ് എന്ന് സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. എന്ത് തന്നെയാണ് എങ്കിലും ഉഷയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നും CT സ്കാനിങ്ങിന് ശേഷം കത്രികയുടെ സ്ഥാനം മനസ്സിലാക്കും എന്നുമാണ് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വണ്ടാനത്തെ ഡോക്ടർക്കെതിരെ നടപടി വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഉഷയുടെ കുടുംബം. ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിന്റെ ഒരു ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും ഇല്ല. ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ അതിനകത്ത് ഒരാൾ, നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് കൊണ്ടൊരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. അപ്പോൾ ഇവർ അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതല്ല, അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബിക ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകുന്നില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചുണ്ട്. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ച എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ ഭക്ഷണം കഴിച്ചിരുന്നോണ്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു.
എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. യെസ്, സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ 5 വർഷമായി ആ ശസ്ത്രക്രിയ ഉപകരണം, ഒരു കത്രിക സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ വേദന അനുഭവിക്കുന്നു. അതിരൂക്ഷമായ വേദന, അതിനോടൊപ്പം രക്തസ്രാവം. ഇതാണ് സാഹചര്യം. ഇതിനിടെ പല ആശുപത്രികളും കയറിയിറങ്ങി എന്നതും വ്യക്തമാകുന്നു. അവിടെയാണ് ഇത് ആരുടെ വീഴ്ച എന്നത് അതീവ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരുന്നത്. പ്രത്യേകിച്ച് ആ കുടുംബം പറയുന്നത് പോലെ അവർക്ക് ഏറ്റവും വിശ്വസനീയമാകുന്നത് സർക്കാർ ആശുപത്രിയാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ടാണല്ലോ അവർ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നതാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ സ്വകാര്യ ആശുപത്രികളുടെ ഡോക്ടർമാരുടെയൊക്കെ യോഗ്യത എന്ത് എന്ന് പോലും സംശയിക്കുന്നവർ കൂടുതലായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുമ്പോഴാണ് ഇത്തരം പിഴവുകൾ ഉണ്ടാവുകയും അത് അങ്ങേയറ്റം ആശങ്കാജനകമായി മാറുകയും ചെയ്യുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഉഷ ജോസഫിൻ്റെ ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിൽ ഏറെ ആശ്വസിക്കാവുന്ന ഒന്ന്. ഡാനി പോളാണ് അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഏറ്റവും ആശ്വാസകരമാകുന്നത് ഇവർക്ക് മറ്റ് അപകടങ്ങളൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ 10 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണം, ഒരു കത്രിക ശരീരത്തിൽ കുടുങ്ങി അത് മറ്റ് അപകടത്തിലേക്കോ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഒന്നും എത്തിയില്ല എന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കേണ്ടതുണ്ടല്ലോ. എന്താണ് ഈ സ്വകാര്യ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ? അഭിലാഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ ആശ്വാസകരമായ അല്ലെങ്കിൽ വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുവരെ അപകടങ്ങൾ ഇല്ലാതെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് സങ്കീർണതകളിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നതാണ്. നിലവിൽ ആശുപത്രി വൃത്തങ്ങൾ പുറത്തിറക്കിയ രാവിലെ വന്ന ഒരു മാധ്യമക്കുറിപ്പിൽ പറയുന്നത് അവരുടെ നില ഇപ്പോൾ തൃപ്തികരമായ ആശുപത്രിയിൽ തുടരുന്നു എന്നതാണ്. ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശാനുസരണം ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനിയുള്ളത് CT സ്കാൻ ചെയ്യുകയാണ്. CT സ്കാൻ വൈകാതെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ശസ്ത്രക്രിയ, ഒരു അടിയന്തര ഘട്ടത്തിലേക്ക് എന്ന പോലെ ഒരു ശസ്ത്രക്രിയയൊന്നും ഉണ്ടാവില്ല. ഇതിൽ CT സ്കാൻ പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഈ ഉപകരണത്തിൻ്റെ സ്ഥാനം നിശ്ചയിക്കും. എവിടെയാണ്, എങ്ങനെയാണ്, അത് ഏത് രീതിയിൽ പുറത്തെടുക്കാൻ കഴിയുമെന്ന് സംബന്ധിയായ കാര്യങ്ങളിൽ ഡോക്ടർമാരുടെ ഒരു കൂടിയാലോചന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും പിന്നീട് അതിലേക്ക് കടക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഒരു അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്ത് ഉടൻ പുറത്തെടുക്കുക എന്ന രീതിയിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായത് ഇത് നിർണ്ണയം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ആശുപത്രി ഉപകരണത്തിൻ്റെ ആ സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് എവിടെയാണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ഡോക്ടർമാരുടെ അവലോകനത്തിന് ശേഷം ശസ്ത്രക്രിയ നിശ്ചയിക്കാമെന്നതാണ് നിലവിൽ ഉള്ള ഒരു ആശുപത്രിയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പലരും തന്നെ സന്ദർശനവുമായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഷാനിമോൻ ഉസ്മാൻ ഇവിടേക്ക് വന്നിരുന്നു. അവർ പറഞ്ഞ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്, ഗുരുതരമായ ഒരു അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് അവർ പറഞ്ഞത്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉഷ ജോസഫിനെ സന്ദർശിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ തന്നെ. ഏതായാലും വലിയ രീതിയിലേക്ക് ചർച്ചയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് തുടർച്ചയായി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന വീഴ്ച എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഉഷ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത് അവരുടെ ഒരു ആരോഗ്യനില തൃപ്തികരമായിട്ട് തുടരുന്നു. ഇനിയിപ്പോൾ CT സ്കാൻ ഉടനെ ഉണ്ടാകും. അതിനുശേഷം അതിൻ്റെ ഉപകരണത്തിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചതിന് ശേഷം ശസ്ത്രക്രിയ സംബന്ധിയായ കാര്യങ്ങളിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കുമെന്നാണ്. അതായത് ഡാനി, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശസ്ത്രക്രിയയിലൂടെ തന്നെ ഇത് പുറത്തെടുക്കാൻ സാധിക്കും. അങ്ങനെയൊരു കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അതായത് 5 വർഷമായി ഉഷ ഈ ദുരിതം അനുഭവിക്കുകയാണ്. അതിനുടൻ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നിലവിൽ അതൊരു അപകടനിലയോ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രതിസന്ധിയോ ഒന്നും ഭാഗ്യവശാൽ അത് ഈ ആശുപത്രി ഉപകരണം ശരീരത്ത് കടന്നത് മൂലം ഉണ്ടായിട്ടില്ല. അത് ഭാഗ്യവശാലാണ്. പക്ഷേ എങ്കിൽ കൂടിയും അത് കൃത്യമായ രീതിയിൽ നിർണ്ണയം നടത്തേണ്ടതുണ്ട്. ഏതെങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്നതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതിനാണ് CT സ്കാൻ എടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയ സംബന്ധിയായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ശസ്ത്രക്രിയ ഇന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഡോക്ടർമാരുടെ ഒരു അറിയിപ്പായിട്ട് വന്നിരിക്കുന്നത്.
പക്ഷേ CT സ്കാൻ അതിൻ്റെ ഒരു റിസൾട്ട് വളരെ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം ഇന്നോ അതിൽ അടുത്ത ദിവസമോ എന്നത്. നിലവിൽ അവരുടെ ഒരു ആരോഗ്യനില തൃപ്തികരമായതുകൊണ്ടാണ് ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും മതി എന്ന രീതിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ CT സ്കാൻ സംബന്ധിയായ കാര്യങ്ങളിൽ റിസൾട്ടായിരിക്കും അതിനൊരു അന്തിമമായ ഒരു നിർണ്ണയം ഉണ്ടാകുക. ഏതായാലും വിദഗ്ധ ചികിത്സയിലേക്ക് അതിനുവേണ്ടിയാണ് ഇവിടേക്ക് കൊച്ചിയിൽ ആശുപത്രിയിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവരിവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്ത് അവരുടെ മകൻ മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നിയമ നടപടികളുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. കാരണം 5 വർഷത്തോളമായി ഇങ്ങനെയൊരു ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നത് ഗുരുതരമായ രീതിയിലുള്ള വിഷയം തന്നെയാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. അതായത് വലിയ അപകട ഭീതിയിലല്ല ഇപ്പോൾ ഉഷ എന്നതാണ് എടുത്തു പറയേണ്ടത്. ശസ്ത്രക്രിയയിലൂടെ ഈ ഉപകരണം നീക്കം ചെയ്യാൻ സാധിക്കും എന്നതാണ്. എന്തായാലും ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായത് വിചിത്രമായ ചില പ്രതികരണങ്ങൾ തന്നെയാണ്. അവർ പറഞ്ഞത് ഇതൊരു കത്രികയല്ല, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്നതാണ്. പക്ഷേ ആ ഉപകരണം വയറ്റിനുള്ളിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല എന്നത് പ്രാഥമികമായി തന്നെ നമുക്ക് അറിയാവുന്ന ഒന്നാണ്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഈ ഉപകരണം പെട്ടുപോയി അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ പോലും അത് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാക്കുന്ന ഒന്നല്ല എന്നുകൂടിയായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത്. ഒപ്പം ഡോക്ടർ പറയുന്നത് തനിക്കതിൽ ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നുകൂടിയാണ്. അതായത് താൻ അല്ല ആ ശസ്ത്രക്രിയ നടത്തിയത്. ആ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളിൽ താൻ വ്യാപൃതയായിരുന്നു എന്നാണ്. പക്ഷേ ഈ ട്യൂമറുമായി ബന്ധപ്പെട്ട് അവിടെ ഓപ്പറേഷന് വേണ്ടി ഈ യുവതി അല്ലെങ്കിൽ ഈ സ്ത്രീ എത്തിയതൊക്കെ ഡോക്ടർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ആ സർജറിയിൽ താൻ നേരിട്ട് ഭാഗമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അറിയേണ്ടത് ആരാണ് ഈ സർജറി നടത്തിയത് എന്നാണ്. എന്തായാലും ഡോക്ടർ ലളിതാംബികയെ നേരിട്ട് കണ്ടിരുന്നുവെന്നും അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നുമൊക്കെയാണ് ഈ രോഗിയുടെ കുടുംബം പറയുന്നത്. അങ്ങനെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഡോക്ടർ ലളിതാംബിക ഉണ്ടോ അത് നമുക്കറിയില്ല. അങ്ങനെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതേസമയം ഈ ഡോക്ടർ തന്നെയല്ലേ പരിശോധിച്ചത്, വീട്ടിൽ വന്ന് കണ്ടിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ഡോക്ടർ തന്നെയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഇനിയിപ്പോൾ സർജറി അവരല്ല നടത്തിയത് എങ്കിൽ ആരായിരുന്നു ഉഷ ജോസഫിൻ്റെ സർജറി നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് വ്യക്തമാകേണ്ടത്. എന്തായാലും ഇപ്പോൾ ഉഷ സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടേക്ക് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുണ്ട്. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതിലൂടെ തന്നെ സർജറി ആരാണ് നടത്തിയത് എന്നും എങ്ങനെയാണ് ഈ പിഴവ് ഉണ്ടായത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങളും വരും മണിക്കൂറുകളിൽ ശ്രദ്ധേയമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.